ഹായ് ഫ്രണ്ട്, സിമ്പിളായിട്ടൊരു ബീഫ് കറി ഉണ്ടാക്കിയാലോ? ബഫലോ കറി നോക്കാം. സംഭവം വളരെ എളുപ്പമാണ്. കഴുകി വൃത്തിയാക്കിയ ബീഫ് ഒരു കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായ സാധനങ്ങളുണ്ട്. ഉള്ളി, പച്ചമുളക്, തക്കാളിയൊക്കെ പൊടി പൊടിയായി അരിഞ്ഞെടുക്കുക. നീളത്തിലോ വട്ടത്തിലോ എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. പച്ചമുളക് നമുക്ക് നീളത്തിൽ അരിയുന്നതായിരിക്കും നല്ലത്. തക്കാളി പൊടി പൊടിയായിട്ട് അരിയുക. ഇനി ഒരു കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം വറുത്തെടുക്കാം. അതിനായി ഉള്ളി നമ്മൾ ആദ്യം തന്നെ കുക്കറിലേക്ക് ഇടുന്നു. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കുന്നു. പച്ചമുളകും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുന്നു. ഉള്ളി പെട്ടെന്ന് വെന്ത് വരാൻ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളി വാടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചേർക്കുന്ന തക്കാളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ അങ്ങ് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് പൊടി ചേർക്കാം. ആദ്യം നമ്മുടെ മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ് ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ മണമൊക്കെ ഒന്ന് മാറട്ടെ. അത് കഴിഞ്ഞ് നമുക്കൊരു 1.5 സ്പൂൺ മുളക് പൊടി ഇടാം. പിന്നെ വേണ്ടത് കുറച്ച് ഗരം മസാലയാണ്. അത് കഴിഞ്ഞ് നമുക്ക് കോറിയാണ്ടർ പൗഡർ ഒരു 2 സ്പൂണ് 2-3 സ്പൂണ് തിക്കിരിക്കട്ടെ ചേർത്തിടാം. മല്ലിപ്പൊടി, പൊടികളുടെ മണമൊക്കെ ഒന്ന് ലയിച്ച് വരുന്നത് വരെ നമുക്ക് ഇളക്കിയെടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പില വാരി വിതറണം. ആവശ്യത്തിന് വെള്ളം ചേർക്കുക. അത് കഴിഞ്ഞ് ഒന്നും കൂടെ ഇളക്കി നമുക്ക് കുക്കർ മൂടി വെച്ച് ഒരു 5-8 വിസിൽ വയ്ക്കാം. അത് കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് കറി റെഡിയാവും. അപ്പോൾ വെള്ളം കൂടുതലാണെങ്കിൽ എടുത്തു കഴിയുമ്പം നമ്മൾ കുറച്ചും കൂടെ ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നല്ല തിക്കാവും. ഇവിടെ വെള്ളം കൂടിയിട്ടില്ല. അപ്പോൾ അടിപൊളി ടേസ്റ്റായ ബീഫ് കറി റെഡിയായി, അതായത് ബഫല്ലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.